EMI അടച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഓടാത്ത വണ്ടിക്ക്. താങ്കൾക്ക് വണ്ടി നന്നാക്കി തന്നാൽ മതിയോ? ആരും തോപ്പിക്കാനൊന്നുമല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തേ. വണ്ടി വർക്കിംഗ് കണ്ടീഷൻ അല്ല. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാനൊരു ആരും തോപ്പിക്കാനൊന്നുമല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തേ. ഒലയുടെ തട്ടാരമ്പലം സർവീസ് സെന്ററിൽ നിന്ന് ഒരു വണ്ടി എടുത്തേ. 1,60,000 രൂപയാണ്. EMI അടച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഓടാത്ത വണ്ടിക്ക്. ഫെബ്രുവരി മേടിച്ച വണ്ടി സ്ഥിരമായിട്ട് കംപ്ലൈന്റ് വരുന്നു. അന്നേരം നവംബർ മാസമായപ്പോ ഞാൻ അവിടെ കൊണ്ടുപോയ വണ്ടി 55 ദിവസം എടുത്തു അവര് ശരിയാക്കി തരാനായിട്ട്. ശരിയാക്കിയ വണ്ടി വീണ്ടും അതിന് കംപ്ലൈന്റ് വരിക. പല തവണയായിട്ട് നമ്മൾ ഈ സർവീസ് സെന്ററുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് കൃത്യമായി അവര് സർവീസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്കെല്ലാം വണ്ടി ഓഫായി പോയി. വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പം ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പം നിലവിൽ ഈ വണ്ടിയുടെ അവസ്ഥ, വണ്ടി വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നുള്ളതാണ്. വണ്ടി ഓടില്ല. കേസായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ കോടതിയിൽ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത് മറ്റുള്ള ജനങ്ങളും അറിയണം. ഈ വണ്ടി എനിക്ക് മാത്രമല്ല, ഒത്തിരി അധികം ആൾക്കാർ ഈ വണ്ടി എടുത്തത് മൂലം വളരെയധികം പെട്ടി കിടക്കുകയാണ്. നിങ്ങൾക്ക് വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ അത് തന്നെയാണ് തീരുമാനം. അത് ഭീഷണിയല്ല. കാര്യം വെച്ചാൽ ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല. എനിക്ക് മാത്രമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സമരം ചെയ്ത് ഞാൻ അത് എടുത്തിട്ട് ഞാൻ മാറാം. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. കാര്യം വെച്ചാൽ ഒത്തിരി അനേകം ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ട് പെട്ടി കിടക്കുകയാണ്. സർവീസ് സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിരവധി വാഹനങ്ങൾ ഒരു ശ്രദ്ധയില്ലാതെ പൊടിയും മഴയും ഒക്കെ നനഞ്ഞ്, പൊടിയും കൊണ്ട് മഴയും നനഞ്ഞൊക്കെ കിടക്കുകയാണ്. നമ്മുടെ വിഷയം ഇത് ഓടുന്നില്ല എന്നാണ്. എന്റെ വിഷയം ഇത് ഓടുന്നില്ലെന്നാണ്. പക്ഷെ ഓടിക്കണം. ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് താങ്കളെ കുറിച്ച് അറിയുന്നത്, താങ്കളുടെ വണ്ടിയെ കുറിച്ച് അറിയുന്നത്, താങ്കളുടെ പ്രശ്നത്തെ കുറിച്ച് അറിയുന്നത്. അപ്പൊ താങ്കളുടെ ആവശ്യം എന്ന് പറയുന്നത് താങ്കൾക്ക് വണ്ടി നന്നാക്കി തന്നാൽ മതിയോ? വണ്ടി നന്നാക്കി തന്നാൽ പോരാ. കാര്യം വെച്ചാൽ ഒത്തിരി ഒരു വണ്ടി തന്നാൽ മതിയോ? പകരം ഒരു വണ്ടി തന്നാലും പോരാ. കാര്യം വെച്ചാൽ എനിക്ക് ഇവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഇതിന്റെ വണ്ടിക്ക് ഞാൻ മുടക്കിയ തുകയും ഇതിന്റെ നഷ്ടപരിഹാരവും എനിക്കുണ്ടായി. എനിക്ക് ജോലിക്ക് ഇത്രയും നാൾ പോകാൻ പറ്റിയില്ല. 55 ദിവസം സർവീസ് സെന്ററിൽ കൊടുത്തപ്പോഴും ഞാൻ പട്ടിണിയിലായിരുന്നു. പിന്നെ അതുകൂടാതെ നിരവധി തവണ വണ്ടി സർവീസ് സെന്ററിലായിരുന്നപ്പം 15 മുതൽ 20 ദിവസം വരെ എടുത്ത് ശരിയാക്കി തരാം. അത് വീണ്ടും ശരിയാക്കിയ വണ്ടി വീണ്ടും കംപ്ലൈന്റ് വന്ന്, അങ്ങനെ പലപ്പോഴായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് നേരിട്ട്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് പട്ടിയുടെ ആക്രമണം വരെ ഉണ്ടാകേണ്ടി വന്നു ഈ വണ്ടി കാരണം. പട്ടി ഇവിടെ വെച്ചിട്ട് വണ്ടി ഓഫായി പോയിട്ട് 2 പട്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. അത് കുരച്ചിട്ട് വേറെ കുറെ പട്ടികൾ ഇവിടെ വന്നിട്ട് ഞാൻ അവസാനം ഈ സ്ലാബിന്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു ഒരു ദിവസം രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ വണ്ടി കംപ്ലൈന്റ് ആകുന്നത്. ആ ദിവസം തഴക്കരയിൽ വെച്ച് അവിടുന്ന് എങ്ങനെയോ ഞാൻ ഓണാക്കി 1 മണിക്കൂർ എടുത്ത് അവിടുന്ന് ഓണാക്കി കിട്ടാൻ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ നേരിട്ടത്. അപ്പൊ താങ്കൾ പറയുന്നത് താങ്കൾക്ക് റീഫണ്ട് ചെയ്യണം, വണ്ടി എടുത്തിട്ട് റീഫണ്ട് ചെയ്യണം. പിന്നെ ഇതിന് റീഫണ്ട് ചെയ്യാൻ താങ്കൾ കൊടുത്ത ഇനിഷ്യൽ പേയ്മെന്റ് റീഫണ്ട് ചെയ്താൽ മതിയോ? അത് മാത്രം പോരാ. കാരണം വെച്ചാൽ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ അത്രയധികം അനുഭവിച്ച്, അന്നേരം എനിക്കുണ്ടായ മാനസിക പ്രയാസത്തിനുള്ള റീഫണ്ട് ഉണ്ടായിരിക്കണം. താങ്കളുടെ എന്താണ് നഷ്ടപരിഹാരമായിട്ട് താങ്കൾ പറയുന്നതാണ് താങ്കളുടെ നഷ്ടപരിഹാരം? അതെ, ഞാൻ പറയുന്നത്. താങ്കൾ എന്താണ് പറയുന്നത്? എങ്ങനെ നഷ്ടപരിഹാരം? അത് ഞാനിപ്പം അത് വെളിപ്പെടുത്തുന്നില്ല. എത്ര ദിവസം ഇത് തുടരുമെന്ന് നോക്കട്ടെ. കാര്യം എന്ന് വെച്ചാൽ എത്രയധികം ഞാൻ ഇവിടെ ഇരിക്കുന്നു അത്രയധികം ഞാൻ കോമ്പൻസേഷൻ കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ബിസിനസ് അല്ല, കാര്യം അത് എനിക്ക് അവകാശപ്പെട്ടതാണ്. കാര്യം അത് കമ്പനി തരേണ്ടതാണ്. താങ്കൾ പറയുന്ന താങ്കളുടെ ഈ ചെയ്യുന്ന പ്രതിഷേധത്തിന്, ഈ സമരത്തിന് ഉൾപ്പെടെയുള്ള മണിക്കൂറുകൾക്ക് അതെ നഷ്ടപരിഹാരം മേടിക്കും. തീർച്ചയായിട്ടും. താങ്കളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അച്ഛനും അമ്മയും മരിച്ചുപോയതാണ്. ഒല എന്ന ബ്രാൻഡിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടിയുമായി ഒരു യുവാവ് ആദ്യം റോഡ് സൈഡിൽ പിന്നീട് ചില സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഒരു ക്രെയിനുകൾ കെട്ടിവെച്ച് ഇതാണ് കാണിക്കുക. ഇദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് കെട്ടിയിട്ട് സഹായിച്ചതാണ് ഇങ്ങനെ ഒരു കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനായിട്ട്, കൂടുതൽ ആൾക്കാർ ഈ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ് അദ്ദേഹം. അതെ, ഇതാണ് പറയുന്നത്. നമ്മുടെ കേരളം പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ നാടാണ്. സമരങ്ങൾ കണ്ടാണ് നമ്മുടെ സർക്കാർ പോലും ഉറക്കമെഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള ഈ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് സമരത്തിന്റെ ഒരു പുതിയ വെർഷൻ അല്ലേ? അതെ, തീർച്ചയായും ശ്രദ്ധിക്കുവാൻ വേണ്ടി പണം കൊടുത്തു വാങ്ങിയ ഒരു ഒല സ്കൂട്ടർ, ഒല എന്ന ബ്രാൻഡിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ക്രെയിനിൽ കെട്ടിത്തൂക്കിയിട്ട വേറിട്ട പ്രതിഷേധം. ഒല എന്ന ആ കമ്പനിക്ക്, ആ ബ്രാൻഡിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. താങ്കളെ കാരണം എന്ന് ഞാൻ മൊത്തത്തിൽ എല്ലാരും കൂടെ ഒത്തു നിന്ന് കഴിഞ്ഞാല് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. കാര്യം വെച്ചാൽ ഇത് എനിക്ക് മാത്രം ഉണ്ടായ അനുഭവം അല്ല. എനിക്ക് തോന്നുന്ന 2 കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഒന്ന്,
താങ്കൾക്ക് ഇപ്പൊ ഈ പറയുന്ന താങ്കളുടെ അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മ മരണപ്പെട്ടു പോയി, താങ്കൾ ഏകനാണ്. ഇപ്പോ സ്വാഭാവികമായിട്ട് നമ്മളുടെ പ്രേക്ഷകർ ഇത് കാണുന്നവർക്ക് ചോദിക്കും, ഈ പറയുന്ന ഒല എന്ന ബ്രാൻഡിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനിയോട് സംസാരിച്ചാൽ അവരിത് എന്തായാലും നന്നാക്കി തരും. താങ്കൾക്കത് പോരാ? എനിക്കത് പോരാ. അല്ല, പോരാ. എന്നാൽ വാഹനം ഇപ്പൊ ഒരു 1000 വണ്ടി ഇറക്കുമ്പോൾ ഒരെണ്ണത്തിന് ഈ ഡിഫക്റ്റ് ഒക്കെ വരും, മാനുഫാക്ചറിങ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പകരം വണ്ടി തരും, അതും പോരാ ഇയാൾക്ക്? ഇത് 1000 അതും പോരാ ഇയാൾക്ക്? അതല്ല, ഇത് 1000 അതും പോരാ ഇയാൾക്ക്? അത് പോരെന്നല്ല, ഇത് 1000 വണ്ടി ഇറക്കിയിട്ട് ഒരെണ്ണത്തിന് പ്രശ്നം വന്നല്ല. 1000 വണ്ടി ഇറക്കിയതില് അത് 999 വണ്ടിക്ക് പ്രശ്നം വരുന്നു. അതെ അതെ. എന്തായാലും ശരി, പ്രശ്നമില്ലാത്ത ഒരു വണ്ടി ഈ ഒല ബ്രാൻഡ് തന്നാൽ സ്വീകാര്യമാണ്? എനിക്ക് സ്വീകാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ അവരിലുള്ള വിശ്വാസം. അതും പോരാ ഇയാൾക്ക്? അതെ. താങ്കൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ വണ്ടി നന്നാക്കി തന്നാലും പോരാ, പകരം ഇത് ഒരു പുതിയ വണ്ടി തന്നാലും പോരാ. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു? ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ താങ്കൾ പറഞ്ഞു ആ ജഡ്ജി പോലും ശരിയല്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. ജഡ്ജി പോലും ശരിയല്ലെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉപഭോക്തൃ കോടതി പോയിട്ട് താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നില്ല, അല്ലെങ്കിൽ അനുകൂലമായിട്ട് വിധി വന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. വിധി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അതിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് നമ്മൾ കൊണ്ടുവരണമെന്ന്, അതിന് സത്യവാങ്മൂലം കൊണ്ടുവരണമെന്ന്. നമ്മുടെ എന്റെ ഒരു അറിവില് വിമർശിച്ചിട്ടില്ലാത്തതും വിമർശിക്കാൻ പാടില്ലാത്തതും കോടതിയാണ് ഇവിടെ. ഞാനൊരിക്കലും വിമർശിച്ചതല്ല, അതെന്റെ അവസ്ഥ മൂലം ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് വിമർശനമല്ല, കോടതി അങ്ങനെ ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും എന്റെ വിശ്വാസപ്രകാരം ഒരു സ്ഥാപനത്തിൽ, ഒരു കോടതിയിലാവുമ്പോ അത് ഉണ്ടായിരിക്കണം. എനിക്ക് ഒരു ലാപ്ടോപ്പ് മേടിക്കാനുള്ള പണമോ കാര്യങ്ങളോ ഒന്നുമില്ല, അന്നേരം അത് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരത്തില്ല. എന്തായാലും ശരി, വിസ്മയ മാധ്യമം നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ ജില്ലയിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടിയുമായി ഒല എന്ന ബ്രാൻഡിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടി ക്രെയിനിൽ കെട്ടിത്തൂക്കിയിട്ട വേറിട്ട സമരം നടത്തുന്ന വിഷ്ണു എന്ന ഒരു ഏകൻ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞാലും പോരാ. കാര്യം നമ്മളൊക്കെ അച്ഛനും അമ്മയും ഉള്ളവരാണ്, നമ്മളെയൊക്കെ കാത്തിരിക്കുവാൻ അനേകം പേർ വീട്ടിൽ ഉള്ളവരാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ കാത്തിരിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് എന്ന് ആരും കരുതരുത്. അല്ലേ? ഇവിടെ വന്ന് കിടക്കുന്നത് അല്ലേ? അതെ, സങ്കടം കൊണ്ടാണ്. ഞാൻ ഇതിനെതിരെയുള്ള ഒരു സങ്കടം പറഞ്ഞാൽ എന്താ പറയാ, ആവേശമൊന്നുമല്ല. ഞാൻ അത്രയധികം ഇതുകൊണ്ട് ബുദ്ധിമുട്ടി. ഇതിനൊരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആക്കാനോ ഒന്നുമല്ല, ഇത് എനിക്ക് വേണ്ട അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കാര്യം പറയട്ടെ, എന്നാലും ശരി, താങ്കളുടെ ഈ ഒരു പ്രവൃത്തിയിൽ ഭീഷണി ഉണ്ടോ, ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ? എന്നോടോ? അല്ല, താങ്കളോടല്ല, ഈ പറയുന്ന ആർക്ക് വേണ്ടിയാണോ അവരോടൊരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ? കമ്പനിയായാലും ആരോടായാലും, എന്ന് വെച്ചാൽ ആരായാലും ഇത് കണ്ടിട്ട് താങ്കൾ പറയുന്ന വരുതിക്ക് വരിക? അങ്ങനെ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതെന്റെ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ബ്ലാക്ക് മെയിൽ കാര്യങ്ങളൊന്നും ഇല്ല. അല്ല, എന്താണ് അവകാശം? എന്റെ അവകാശം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്റെ അവകാശം ഇത് എന്റെ വണ്ടിയാണ്, നെക്സോൺ. അതെ അതെ. ഞാൻ ഈ വാഹനം മേടിച്ചു. ഇപ്പൊ വലിയ മൈലേജ് ഒന്നുമില്ല. അതെ. അപ്പൊ ഈ മൈലേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണം, കുറച്ച് ദിവസം ഓടിച്ചിട്ട് എനിക്കിത് ശരിയാവുന്നില്ല. ഞാൻ വലിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയാല് അവര് പറയാം നമ്മളൊന്ന് സർവീസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൈലേജ് കൂട്ടാൻ പറ്റുമെന്ന് നോക്കാന്ന് പറയും. അപ്പൊ എനിക്കിത് പോരാ, ഇനി ഇതെടുത്തിട്ട് പൈസ ഞാൻ പറഞ്ഞല്ലോ. അത് ശരിക്കും ശരിയല്ല, അവര് ശരിയാക്കി തരുന്നെങ്കിൽ തരട്ടെ. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനല്ല. എന്റെ അവസ്ഥ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അവസ്ഥ എനിക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണുന്നവർക്കൊന്നും അറിയത്തില്ല എന്റെ അവസ്ഥ അങ്ങനല്ല. ഒത്തിരി തവണ അവിടുത്തെ ടെക്നീഷ്യനോട് പോലും ചോദിച്ചാൽ അറിയാം. ഒത്തിരി തവണ ഞാൻ ഇതുപോലെ വണ്ടി 10 കിലോമീറ്റർ തെള്ളിക്കൊണ്ട് വരെ പോയി പ്രതിഷേധിക്കേണ്ട എനിക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? എന്റെ പൈസ ഇല്ല വണ്ടി ശരിയാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ നോക്കിയറിയാം, അല്ലെങ്കിൽ ഞാൻ ചേട്ടനെ കാണിക്കാതെ. 10 കിലോമീറ്റർ ഇവിടുന്ന് ഒരാള് വണ്ടി 8 മണിക്ക് രാവിലെ തെള്ളിയ വണ്ടി 12 മണിക്കാണ് അവിടെ കൊണ്ടുപോകുന്നത്, അതും നല്ല വെയിലുള്ള സമയത്ത്. അത് ശരിക്കും അത് എന്റെ അവസ്ഥയാണ്. ഇപ്പൊ പൈസ ഉള്ളവർക്ക് ചിലപ്പോ അങ്ങനെ പല കാര്യങ്ങൾ പറയാം, നിനക്ക് ആ വണ്ടി തൽക്കാലം ഒന്ന് ശരിയാക്കിയിട്ട് വീണ്ടും അത് ഓടിച്ചു നടന്നൂടെ. എന്റെ അവസ്ഥ അങ്ങനല്ല. മാത്രമല്ല, എന്റെ അവസ്ഥയിൽ ഈ കൂടുതൽ പ്രശ്നം ആക്കിയത് ഈ ഒരു കമ്പനിയാണ്. അന്നേരം അവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്, മറ്റുള്ളവർ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്കള് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ പ്രതിഷേധിച്ചത്? മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ്. എന്ന് വെച്ചാല് ക്യാമറ എന്താണ് വിഷു എന്ന താങ്കൾ പറയുന്നത്, ഈ പ്രതിഷേധം താങ്കൾക്ക് വേണ്ടിയല്ല പൂർണ്ണമായിട്ടും,
എനിക്ക് വേണ്ടി തുടങ്ങിയതാണ് ഇത്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയാണ് പ്രതിഷേധിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അതിനുശേഷം എന്റെ നമ്പറിലോട്ട് ഒത്തിരി കോള് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെ വാഹനങ്ങളൊക്കെ ഇതുപോലെ പല സർവീസ് സെന്ററിലും ഒലയുടെ പല സർവീസ് സെന്ററിലും കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്നേരം അവർക്ക് വേണ്ടി കൂടെയാണ്. അവരും പ്രതിഷേധിക്കണം. പുറത്തിറങ്ങി പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇതുപോലെ അവര് കൊണ്ടായ അനുഭവം വീഡിയോ ആയിട്ട് പുറത്തറിയിക്കണം സോഷ്യൽ മീഡിയയിലൂടെ. പണ്ട് ഈ മഹാത്മാഗാന്ധിയൊക്കെ ചെയ്ത പോലെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും ഞാൻ അതൊരിക്കലും ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ അത് വേറെ ഇത് വേറെ. അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്തായാലും ശരി, താങ്കൾ ചെയ്യുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ താങ്കൾ പറയുന്നത് താങ്കളുടെ ഈ ഒരു ഓല ബ്രാൻഡിന്റെ ഇലക്ട്രിക് സ്കൂട്ടി എന്തായാലും കംപ്ലൈന്റ് ആയി. നിരവധി തവണ താങ്കൾ ഈ സർവീസ് സെന്ററുമായി സമീപിച്ചു. താങ്കൾക്ക് അവർ താൽക്കാലികമായി ശരിയാക്കി തന്നു. പിന്നെ ഓടുമ്പോൾ നിൽക്കും, ഓടുന്ന കൂട്ടത്തിൽ നിൽക്കും. പിന്നീട് താങ്കൾ അതൊന്നും പറയാൻ പോയില്ല. താങ്കൾ തിരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് ഇവന്മാരെ എങ്ങനെ നാണം കെടുത്തണം. അല്ല, ഒരിക്കലുമല്ല. നിരവധി തവണ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. എന്നെയാണ് അവർ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരാണ് ആ കമ്പനിയുടെ മുതലാളി എന്തെടുക്കുക? പുള്ളി നല്ല ഒന്നാം തരം കാറിൽ യാത്ര ചെയ്യുന്നത്, പുള്ളി സുഖമായിട്ട് ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഇവിടെ കിടക്കുമല്ലേ. അന്നേരം ആരാണ്? ഞാനാണോ ആ പുള്ളിയാണോ നാണം കെടുന്നത്? ഞാനല്ലേ നാണം കെട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് റീച്ച് കിട്ടാനോ? ഒരിക്കലും റീച്ച് കിട്ടാനല്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഈ വണ്ടി എടുത്തിട്ട് അതിനൊരു തക്കതായിട്ടുള്ള തുക എനിക്ക് ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോവാം. എനിക്ക് 1,60,000 രൂപ. അല്ല, വണ്ടി എടുത്തു. എനിക്ക് റീച്ച് വേണ്ട. ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു വർഷം 6 മാസം. അതെ, അതുവരെ ഓടിച്ചു. ഇന്ന് മാർക്കറ്റ് വില അനുസരിച്ച് എത്ര രൂപ കിട്ടും? ഇന്ന് മാർക്കറ്റ് വില അനുസരിച്ച് ഒരു 20,000 രൂപ കിട്ടുമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അതിന് അത്ര വില കിട്ടത്തുള്ളൂ. അത്ര മോശം വണ്ടിയാണ്. മോശം വണ്ടിയാണ്. അതെ അതെ. ഞാൻ 30,000 രൂപ അതൊരിക്കലും തരത്തില്ല. മാർക്കറ്റ് വില അത്ര വില പേശി പൊളിക്കൽ അല്ല, പൊളിക്കുന്നതല്ല. താങ്കൾ പറഞ്ഞു കണ്ടീഷൻ വെച്ചിട്ട് താങ്കൾ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു റീസെയിൽ വാല്യൂ വെച്ചിട്ട് ഞാൻ 30,000 രൂപ. വേണ്ട, അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ഞാൻ താങ്കൾ പറയുന്നത് ഇത് നല്ല നനഞ്ഞ ഒരു മണ്ണാണ്. ഇവിടെ പിടിച്ചു നിന്നാൽ വില പേശിക്കൊണ്ട് ഈ ഒല ബ്രാൻഡിനെ സമ്മർദ്ദത്തിലാക്കി, അതാണ് ഉദ്ദേശം. അതല്ല, ഒരിക്കലും അല്ല. താങ്കൾ ചോദിക്കുന്ന പണം തട്ടിയെടുക്കാമെന്നാണ് ഉദ്ദേശം. അല്ലല്ല. പിന്നെന്താണ്? എനിക്ക് ഈ വണ്ടി എടുത്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കിട്ടണം. എത്ര രൂപ? അത് ചേട്ടനല്ല. അല്ല, ഞാൻ ചോദിക്കും. താങ്കൾ പറയും. ഞാനല്ല. ഇത് കേൾക്കുന്ന ഈ പറയുന്ന ഒല ബ്രാൻഡുമായി ബന്ധപ്പെട്ടവരുണ്ട്. വണ്ടി താങ്കളെ സഹായി ഒല ബ്രാൻഡുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഈ പറയുന്ന നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ട്. കുറച്ചൊക്കെ പേര് ഞാൻ പറയുന്നത് ശരിയെന്ന് പറയും. പൂർണ്ണമായിട്ടൊന്നും പറയില്ല. കുറെ പേര് എന്നെ തെറി പറയും. കാര്യം എന്ന് വെച്ചാൽ താങ്കളെ ഇഷ്ടപ്പെടുന്നവര്. ഇവനെന്തോ പ്രാന്താണോ? മനസ്സിലായല്ലേ? ഇവന് മുഴുത്ത വട്ടാണ്, അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്ന ഒല ബ്രാൻഡിന്റെ കയ്യിൽ നിന്നും എല്ലാം മേടിച്ചുകൊണ്ടാണ് വന്ന് താങ്കളോട് ഇങ്ങനെ പറയുന്നതെന്നും പറയും. അത് തീർച്ചയായിട്ടും പറയൂലേ? അങ്ങനെ ഉള്ളവരോട് താങ്കൾ അങ്ങനെയല്ലേ കരുതുന്നത്? ശരി, ഈ ഒല എന്ന ബ്രാൻഡിനോട് പണം വാങ്ങിയിട്ട് താങ്കളെ മോശപ്പെടുത്താൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് രജിത് കാര്യത്തിൽ. എനിക്ക് അങ്ങനെ തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് തോന്നും, താങ്കളെ ഇഷ്ടപ്പെട്ടു വന്നവർക്ക് തോന്നും, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കുറെ മനുഷ്യർക്ക് തോന്നും. അങ്ങനെയൊക്കെ തോന്നാം. ഞാൻ ചോദിക്കുന്നത് തോന്നുന്നവര് തോന്നട്ടെ, തോന്നാലും തോന്നട്ടെ. ഞാൻ പറയുന്നത് താങ്കൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കണം. താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 28 വയസ്സാകുന്നു. 28 വയസ്സ്. ജീവിതമുണ്ട്, ഒരുപാട് സമ്പാദിക്കണം. കാര്യം ഈ ഒല ബ്രാൻഡിനോട് മത്സരിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് എന്തായാലും അങ്ങനെ സമ്പാദിക്കണം അങ്ങനൊന്നുമല്ല. ഒല എന്ന ബ്രാൻഡിനോട് മത്സരിച്ച് ഒല എന്ന ബ്രാൻഡിനോട് പ്രതിഷേധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കിട്ടുന്ന തുകയൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പറ്റും. ജോലി ചെയ്ത് ജീവിക്കണം. താങ്കൾക്ക് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചാൽ അവന്റെ ആയുസിൽ ഒരു 25,000 ദിവസം കിട്ടും. 25,000 ദിവസം, ഒരു 25,000 ദിവസമൊക്കെ ജീവിക്കാൻ പറ്റും. അപ്പൊ താങ്കളുടെ ജീവിതം ഈ സെക്രട്ടേറിയറ്റ് മുന്നില് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരാള് ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അതുപോലെ ഒന്നും ജീവിച്ചു തീർക്കേണ്ടതല്ല. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം. താങ്കളുടെ പ്രശ്നം പരിഹരിക്കണം, എനിക്ക് പരിഹരിക്കണമെന്നല്ല. അങ്ങനെയെങ്കിൽ ഒല ബ്രാൻഡുമായി ബന്ധപ്പെട്ടവർ ഈ വീഡിയോ കണ്ടാൽ താങ്കൾക്ക് എങ്ങനെ പരിഹരിക്കാം? ഞാൻ അവരുമായിട്ട് കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്യാം, അങ്ങനെ പരിഹരിക്കാം. അല്ല, താങ്കൾ പറയൂ. താങ്കളുടെ അല്ല, അത് അവരാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് ഇപ്പോഴും കൃത്യമായി ഇതിനകത്ത് പറയാൻ കഴിയാത്തതെന്ന് വെച്ചാൽ രഹസ്യമായ ഒരു ഡീൽ ഉണ്ടാക്കണം. രഹസ്യമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുന്ന ഞാനും അവരുമായിട്ടാണ് സംസാരിക്കുന്നത്. താങ്കൾ 1.5 വർഷം താങ്കൾ ഓടിച്ച വാഹനം, 1.5 വർഷം ഓടിച്ച വാഹനത്തിന് ഇപ്പോൾ ഒരു കംപ്ലൈന്റ് വന്നു. ഈ കംപ്ലൈന്റ് വന്നതുകൊണ്ട് ഓക്കെ, താങ്കൾ ഇത് ഇന്നത്തെ നിലവിലെ വില റീസെയിൽ വാല്യൂ വെച്ച് കൊടുത്ത് ആ പണം മേടിച്ച് മറ്റൊരു വാഹനം മേടിക്കൂ. ആർക്ക് കൊടുത്തു?
അത് മേടിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് ചേട്ടൻ മേടിക്കണ്ട, ആ കമ്പനി തിരിച്ചെടുക്കുക. ഇതിന് ഒത്തിരി തവണയായിട്ട് കംപ്ലൈന്റ് വരുന്നത്. എത്ര മാസം ഉണ്ട് കംപ്ലൈന്റ്? നവംബർ മാസം. 1.5 വർഷം ഓടിച്ചില്ലേ ഇത്? ഞാൻ 1.5 വർഷം ഓടിച്ച പാട് എനിക്കറിയാം. പോട്ടെ, പാടിന് വേണ്ടി ഞാൻ ഒരു നല്ല കാര്യം പറയട്ടെ, ചേട്ടൻ ഇത് എടുക്കണ്ട, അതാ നല്ലത്. ശരി, എന്തായാലും ശരി, നനഞ്ഞണം മാത്രമേ കുടിക്കുവാൻ കഴിയൂ എന്നാണ് പഴമക്കാർ പറയുന്നത്. എന്തായാലും ശരി, നനഞ്ഞണമോ അല്ലാത്തതൊക്കെ കുടിക്കട്ടെ. താങ്കൾക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാവട്ടെ. എനിക്ക് ലാഭമൊന്നും ഉണ്ടായിട്ട, ഞാൻ ഇത്ര അനുഭവിച്ചതിന് എനിക്ക് അതിന് നഷ്ടപരിഹാരം കിട്ടണം. ശരി, കിട്ടണം. അത് ഓരോരുത്തരുടെ അല്ലേ കാഴ്ചപ്പാടാണ്. താൻ ചെയ്യുന്ന ജോലിക്ക് എന്ത് ഫീസ് വാങ്ങണമെന്ന് അല്ലേ? ഫീസൊക്കെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഫീസൊന്നുമില്ല, അവനവൻ നിശ്ചയിക്കുന്നതാണ് ഫീസ്. പക്ഷേ വിസ്മയ എന്ന മാധ്യമം എന്നും ജനങ്ങളോടൊപ്പമാണ്, ഇതുപോലുള്ള അല്ലേ, ഇതുപോലുള്ള മനുഷ്യർക്കൊപ്പമാണ്. ശരിയെങ്കിൽ ശരി, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുവാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ, ഇനി എന്നെ തെറിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും പറയണം. കാര്യം അതുകൊണ്ട് വിഷു എന്ന ഈ ചെറുപ്പക്കാരന് അല്ലേ, താങ്കൾക്ക് താങ്കളുടെ ആവശ്യങ്ങൾ നടക്കുമെങ്കിൽ താങ്കളുടെ ആവശ്യം ഇപ്പൊ ഇത് ഒല തന്നെ എടുക്കണം, ഒല തന്നെ തിരിച്ചെടുക്കണം. മറ്റൊരാളെ കൊടുത്തിട്ട് ഞാൻ വെറുതെ ആ പുള്ളിയെ ആത്മഹത്യ ചെയ്യുന്നതിന് ഞാൻ കാരണക്കാരാകുന്നതിൽ എനിക്ക് സന്തോഷം ഇല്ല, എനിക്ക് വിഷമമാണ്. അല്ല, എനിക്ക് ബ്രാൻഡിനെ ഇഷ്ടമാണ്, എനിക്ക് താങ്കൾ തരൂ, എനിക്ക് തരൂ. എന്നാലും ഞാൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചേട്ടനെ കുരുക്കിലേക്ക് വിടുന്നത് ബ്രാൻഡിനെ ഇഷ്ടപ്പെട്ടോട്ടെ. ആ പുള്ളി ആ ഒരു പ്രത്യേക ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി ചേട്ടനെ ഉണ്ടാക്കി തന്നോട്ടെ. പക്ഷെ ഇപ്പൊ ഇറക്കിയ വണ്ടിയിൽ 1000 വണ്ടി അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ 999 വണ്ടി കംപ്ലൈന്റ്. അതിനിപ്പോ താങ്കൾക്ക് എന്താണ് വിഷയം? അത് താങ്കളുടെ ഈ വിഷയം പരിഹരിച്ച പോരെ? എന്റെ പ്രശ്നം പരിഹരിക്കണം. മറ്റുള്ളവർ ഇങ്ങനെ കിടന്ന് മറ്റുള്ളവർ ഇത് കാരണം കഷ്ടപ്പെടുകയാണ്. അത് കണ്ടില്ലെന്ന് നയിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും എന്റെ കാര്യത്തിന് ഇറങ്ങി തിരിച്ച്, മറ്റുള്ളവർക്ക് അതുപോലെ ഇറങ്ങി തിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ മറ്റുള്ളവർ ഇറങ്ങി തിരിക്കണം. അതെ, താങ്കൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ആ ശരി വീഡിയോയ്ക്ക് ചൂടെ വന്ന് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.